ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ രാമകഥാ രസവാഹിനി, അധ്യായം 6, ഭാഗം 5. ഈ കഥ കേട്ടുകഴിഞ്ഞപ്പോൾ രാമൻ പറഞ്ഞു, ഗുരു ബ്രഹ്മാവിൻ്റെ വരശക്തിയുടെ ഫലമായി ജനിച്ചതുകൊണ്ടും തപസ്സിൻ്റെ ദാനം എന്ന നിലയിലുമാണ് അവൾക്ക് ഈ കൗശലങ്ങളും ശക്തിയും ലഭിച്ചത്. അത് ദുരുപയോഗപ്പെടുത്തി തൻ്റെ മേൽ രോക്ഷവും ശാപവും വരുത്തിവെച്ചു. ഒരു സ്ത്രീയെ കൊല്ലുന്നതിലുള്ള പാപം ശാസ്ത്രങ്ങളിൽ പറഞ്ഞതുപോലെ അതിനിന്ദ്യമാണ്. അങ്ങനെയല്ലേ? ഈ കാരണം കൊണ്ട് വൈരൂപ്യം വരുത്തുക എന്ന ശാപവും നൽകി അഗസ്ത്യൻ അവളെ വിട്ടുകളഞ്ഞതായിരിക്കണം. അല്ലെങ്കിൽ ഭർത്താവിനെ ശപിച്ചു കൊന്ന മഹാനായ മഹർഷിക്ക് ഭാര്യയും അങ്ങനെ കൊന്നുകൂടായിരുന്നു. യോദ്ധാക്കൾ സ്ത്രീകളെ കൊല്ലുക എന്ന അതിനിന്ദ്യമായ കൃത്യം ചെയ്യരുത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറയൂ. ഞാൻ അനുസരിക്കാൻ സന്നദ്ധനാണ്. ധർമ്മം അനുശാസിക്കുന്ന ഈ വൈമനസ്യം ഉണ്ടെന്നതിൽ വിശ്വാമിത്രൻ സന്തോഷിച്ചു. സ്ത്രീവധം കൊടും പാതകമാണെന്ന് എനിക്കറിയായികയല്ല. എന്തായാലും ആധ്യാത്മിക പുരോഗമനം നേടിയവരെ, അതായത് ബ്രാഹ്മണർ, നീതിമാന്മാർ, അതുപോലെ പശുക്കൾ തുടങ്ങിയവയെ രക്ഷിക്കുക പ്രധാനമാണ്. ഈ 3 കാര്യങ്ങളുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ് ധർമ്മം. ധർമ്മത്തെ രക്ഷിച്ച് അധർമ്മത്തെ നീക്കാനുള്ളതാണ് സ്ത്രീവധമെങ്കിൽ അതിൽ പാപമില്ല. ധർമ്മോ രക്ഷിതി രക്ഷിത എന്ന മഹാവചനം കേട്ടിട്ടില്ലേ? ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിക്കുന്നു. ഒരാളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആക്രമമല്ലിത്. ലോകത്തിൻ്റെ സമാധാനവും അഭിവൃദ്ധിയും നിലനിർത്തുന്നതിനു വേണ്ടി അക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ അത് യാതൊരു ദുഷിച്ച പ്രതികരണവും ഉണ്ടാക്കുകയില്ല എന്ന് ഞാൻ ഉറപ്പു തരുന്നു. കൂടാതെ സൃഷ്ടി, രക്ഷ, നാശം എന്നിവ ദൈവിക നിയമത്തിൻ്റെ പ്രകാശനങ്ങളാണ്. അവ ഈശ്വരേച്ഛയ്ക്കനുസരിച്ച് സംഭവിക്കുന്നതുമാണ്. മനുഷ്യൻ്റെ വ്യാമോഹങ്ങളെന്നും അതിനെ ബാധിക്കുകയില്ല. രാമ, അവിടുന്ന് ഈശ്വര അവതാരമാണ്. ഇത് ചെയ്യാനുള്ള അധികാരവും ധാർമ്മിക ബാധ്യതയും രാമനുണ്ട്. ഒരഴുക്കും അഗ്നിയെ ബാധിക്കുകയില്ല. അതുപോലെ ഒരു പാപവും ഈശ്വരനെ മലിനപ്പെടുത്തുകയില്ല. സൃഷ്ടിക്കുള്ള ഇച്ഛയും രക്ഷണത്തിനുള്ള ബാധ്യതയും ഉള്ള ആൾക്ക് ശിക്ഷണധർമ്മവും ആചരിക്കാവുന്നതാണ്. അമ്മയും മകനും ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ ഒരിക്കലും ഒഴിഞ്ഞു പോവുകയില്ല. കൂടുതൽ ശിക്ഷകൾ അനുഭവിക്കാൻ കൂടുതൽ പാപങ്ങൾ കൂട്ടിവെക്കുന്നതിന് മുമ്പായി ഇന്ന് ജീവിതം അവസാനിപ്പിക്കുന്നത് താടക ഭാഗ്യമായി കരുതേണ്ടതാണ്. അവളുടെ ഉത്തമ താല്പര്യങ്ങളും രാജ്യത്തിൻ്റെ താല്പര്യവും സംരക്ഷിക്കുക മാത്രമാണ് അവിടുന്ന് ചെയ്യുന്നത്. ഇതൊരു തെറ്റോ പാപമോ അല്ല. അതിൽ ഇപ്പോൾ കരുണാർദ്രത കാണിച്ചാൽ ഇത് ലോകത്തിൻ്റെ അതിരറ്റ ആപത്തുണ്ടാക്കും. അത് ധർമ്മച്യുതിക്ക് സഹായകമാകും. താടക കൂടുതൽ പാപകർമ്മങ്ങളിൽ മുഴുകുന്നതിന് അത് വഴിവെക്കും. ഞാൻ എന്തിന് ഈ കാര്യത്തെ സംബന്ധിച്ച് കൂടുതൽ പറയുകയും 1000 വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യണം? എൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് ഞാനെല്ലാം കണ്ടിരിക്കുന്നു. രാമൻ മനുഷ്യരൂപത്തിൽ അവതരിച്ചത് തന്നെ രാക്ഷസവംശത്തെ ഉന്മൂലനം ചെയ്യാനാണ്. അതവിടുത്തെ ലക്ഷ്യവും കർത്തവ്യവുമാണ്. ഈ ധർമ്മം ജീവിതകാലം മുഴുവനും ചെയ്യേണ്ടതുമുണ്ട്. ധർമ്മത്തിൻ്റെ രക്ഷാകർതൃത്വം രാക്ഷസന്മാരുടെ വംശച്ഛേദവും ആണ് അവതാര ലക്ഷ്യങ്ങൾ തന്നെ. ഞാൻ ഈ സത്യം അറിഞ്ഞിരിക്കുന്നു. അതാണ് ഞാൻ സഹായത്തിന് അവിടത്തെ സമീപിക്കാൻ കാരണം. അല്ലെങ്കിൽ ഞാൻ എന്തിനാ അവിടുത്തെ സഹായവും സേവനവും തേടണം? തപസ്വികളും യതികളും ആരണ്യാശ്രമങ്ങളിൽ യജ്ഞം അനുഷ്ഠിക്കുന്നവരും തങ്ങളുടെ ആവശ്യത്തിനു വേണ്ടിയല്ല, ലോകത്തിൻ്റെ മുഴുവൻ ആവശ്യത്തിനു വേണ്ടിയാണ് രാജാക്കന്മാരെ സമീപിച്ച് സഹായം അഭ്യർത്ഥിക്കുന്നത്. അവർ നിസ്സംഗരായി സ്വയം ശേഖരിക്കുന്ന ഫലമൂലങ്ങൾ ആശിച്ച് കഴിഞ്ഞുകൂടുന്നു. കുറേ മാസങ്ങളോ കൊല്ലങ്ങളോ ഈ പഥ്യമുറ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഇതുപേക്ഷിച്ച് അവർ ജീവിത രീതി കൂടുതൽ കർക്കശമാക്കുന്നു. ദേഹബോധം നശിച്ച് ജ്ഞാനപ്രകാശത്തിൽ ലയിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത്തരം ആളുകൾ ലോകത്തിന് സംഭവിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എന്തിന് വേവലാതിപ്പെടണം? എന്നാൽ ജ്ഞാനികൾ, ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവർ ആ വെളിപ്പാടിൻ്റെ വെളിച്ചത്തിൽ സ്വയം രക്ഷ നേടിയതിനു പുറമെ തങ്ങൾ സഞ്ചരിച്ച മാർഗങ്ങളെപ്പറ്റിയും തങ്ങൾ പ്രാപിച്ച ലക്ഷ്യത്തിൻ്റെ പ്രഭാവത്തെപ്പറ്റിയും മറ്റുള്ളവരെ പറഞ്ഞറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. തങ്ങളെ സത്യദർശനത്തിന് തയ്യാറാക്കിയ സാധന ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ജ്ഞാനികൾ തങ്ങളെപ്പറ്റിയും തങ്ങളുടെ മോക്ഷത്തെപ്പറ്റിയുമാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ലോകത്തിന് എന്താണ് സംഭവിക്കുക? ജനങ്ങൾ പിന്നെയും അധർമ്മത്തിലേക്ക് അധപ്പതിക്കും. അത്ര തന്നെ. അപ്പോൾ ധർമ്മം നിർമാർജിതമാകും. തപസ്വികൾ സ്വന്തം കാര്യം നേടുവാനല്ല, ഇതിനാണ് ബന്ധം പുലർത്തുന്നത്.
അവർ വെള്ളത്തിൽ താമര എന്ന പോലെ ലോകത്തിൽ ജീവിക്കുന്നു. ബാഹ്യാവസ്ഥകളിൽ അവർ ലോകവുമായി പിണഞ്ഞ മാതിരി തോന്നാം, പക്ഷേ അവർക്ക് ലോകവുമായി യാതൊരു ബന്ധവുമില്ല. തങ്ങളെ ലേശവും കളങ്കപ്പെടുത്താൻ അവർ ലോകത്തെ അനുവദിക്കുകയില്ല. അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ലോകത്തിൻ്റെ പുരോഗതിയും ക്ഷേമവും മാത്രം. അവർ ധർമ്മപോഷണത്തിന് മാത്രം ശ്രദ്ധിക്കുന്നു, ഈശ്വരനെ മാത്രം ആശ്രയിക്കുകയും ചെയ്യുന്നു. വിശ്വാമിത്രൻ ഈ വാക്കുകളിൽ സത്യം അനാവരണം ചെയ്തപ്പോൾ രാമൻ താൻ കേൾക്കുന്നതൊന്നും മുമ്പ് പരിചയമില്ലാത്ത ഒരു നവാഗതനെ പോലെയാണ് പ്രതികരിച്ചത്. രാമൻ പറഞ്ഞു, തപസ്വികളുടെയും മഹർഷിമാരുടെയും വാക്കുകൾ ദിവ്യമായ താല്പര്യം സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ചെയ്യുന്നുണ്ടെന്ന് ലോകം മനസ്സിലാക്കുന്നില്ല. ഞാൻ അങ്ങയോട് ചോദിച്ചത് ഈ കൃത്യത്തിൻ്റെ ധാർമ്മികത്വത്തെ പറ്റിയാണ്. ഈ കാര്യത്തിൻ്റെ ന്യായത്തെ സംബന്ധിച്ച് അങ്ങ് എങ്ങനെയാണ് വിശദീകരിക്കുക എന്നറിയാൻ മാത്രം. എൻ്റെ ചോദ്യത്തിൽ മറ്റൊരർത്ഥവുമുണ്ടെന്ന് മനസ്സിലാക്കരുത്. എൻ്റെ പിതാവ് വിശ്വാമിത്ര മഹർഷിയുടെ കൽപ്പനകൾക്കനുസരിച്ച് പ്രവർത്തിക്കാനാണ് എന്നോട് പറഞ്ഞത്. പിതാവിൻ്റെ ആജ്ഞ അനുസരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് മഹാനായ ഋഷിയാണ്. അങ്ങ് തീവ്ര തപസ് അനുഷ്ഠിച്ചിട്ടുമുണ്ട്. യാതൊരു പാവവും ഏൽക്കാതെ താടകയെ കൊല്ലാമെന്നും ആ കൃത്യം ന്യായവും നീതിയുക്തവുമാണെന്നും അങ്ങ് പറയുമ്പോൾ ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. ധർമ്മപോഷണത്തിനും ജനക്ഷേമാഭിവൃദ്ധിക്കും അങ്ങ് എന്നെ ഏൽപ്പിക്കുന്ന ഏതൊരു ജോലിയും നിർവഹിക്കാൻ ഞാൻ തയ്യാറാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാമൻ വില്ല് കയ്യിൽ അണിഞ്ഞു. ഞാണിൻ്റെ ദാർഢ്യം പരിശോധിച്ചു. അതിൻ്റെ ഫലമായുണ്ടായ ഞാണൊലി 10 ദിക്കുകളിലും മാറ്റൊലിക്കൊണ്ടു. കാട് മുഴുവനും ഉണർന്നു. വന്യമൃഗങ്ങൾ ഭയചകിതരായി പ്രാണരക്ഷാർത്ഥം 4 പാടുമോടി. അത്യുച്ചത്തിലുള്ളതും അതിഭീഷണവുമായ ഈ ശബ്ദം കേട്ട് താടക ഞെട്ടി. പ്രക്ഷുബ്ധമായ ഈ പ്രതിഭാസം അവളിൽ ക്രോധാഗ്നി ഉജ്ജ്വലിച്ചു. ശബ്ദം പുറപ്പെട്ട സ്ഥലത്തേക്ക് അവൾ പാഞ്ഞു ചെന്നു. ഒരു പർവ്വതം വെട്ടി തിരിഞ്ഞു വരും പോലെ കൂറ്റനായ കാട്ടാന പാഞ്ഞു വന്ന് ആക്രമിക്കുന്നത് പോലെ താടക തൻ്റെ സമീപത്തേക്ക് കുതിക്കുന്നത് രാമൻ കണ്ടു. അവിടുന്ന് പുഞ്ചിരി തൂകൊണ്ട് ലക്ഷ്മണനോട് പറഞ്ഞു, അനുജ, ഈ വൈരൂപ്യ പിണ്ഡത്തെ നോക്കൂ. ഈ പൈശാചിക രൂപം കണ്ടാൽ സാധാരണ മനുഷ്യർ ബാക്കിയുണ്ടാകുമോ? ആകൃതി തന്നെ എത്ര ഭയങ്കരം! പിന്നെ അതിൻ്റെ ശക്തിയെപ്പറ്റി എന്താണ് പറയേണ്ടത്? അതും ഒരു സ്ത്രീ. അതിനെ കൊല്ലണം എന്ന് തീരുമാനത്തിൽ മനസ്സ് എന്നോട് ഒട്ടും യോജിക്കുന്നില്ല. കയ്യും കാലും കണ്ണിച്ചകറ്റിയാൽ ഈ സത്വം ചാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനതിനെ നശിപ്പിക്കാൻ അതുമാത്രം മതിയാകും. അപ്പക്കഷ്ണം പോലെ പിടിച്ചു വായിലാക്കാൻ കഴിയത്തക്ക വിധം മുന്നോട്ട് നീട്ടിയ കൈകളുമായി താടക രാമൻ്റെ അടുത്തേക്ക് ഓടി വരികയായിരുന്നു. പ്രചണ്ഡമായും കൊടുംഭീതി തുളഞ്ഞു കയറുന്നതും വികാരോജ്വലതയും അവൾ ഗർജിക്കുന്നുണ്ടായിരുന്നു. ആ യുദ്ധത്തിൽ രാമലക്ഷ്മണന്മാർക്ക് യാതൊരു അപകടവും സംഭവിക്കരുതേ എന്ന് വിശ്വാമിത്രൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. താടക രാമനോട് കൂടുതലായി അടുത്തു, പക്ഷേ വളരെ വൈമനസ്യത്തോടുകൂടി. കാരണം അവിടുത്തെ സാന്നിധ്യത്തിൽ സാധാരണ രീതിയിലുള്ള നടുക്കം അവൾക്ക് അനുഭവപ്പെട്ടു. 1 or 2 പ്രാവശ്യം അവൾ രാമൻ്റെ സമീപം ചെന്നു, പക്ഷേ പെട്ടെന്ന് തന്നെ പിന്നോക്കം വലിഞ്ഞു. തന്നോട് തന്നെയുള്ള അമർഷത്താൽ അവൾ ചാടിക്കൊണ്ടിരുന്നു. അവളുടെ ചവിട്ടേറ്റുയർന്ന പൊടിപടലം ആ ദിക്കാകെ അന്ധകാരമയമാക്കി. മറ്റുള്ളവരെ ശ്വാസം മുട്ടിക്കുകയും ചെയ്തു. രാമനും ലക്ഷ്മണനും വിശ്വാമിത്രനും അല്പനേരത്തേക്ക് ഒന്നും പ്രവർത്തിക്കാതെ നിശബ്ദരായി നിന്നു. വ്യാമോഹിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന കലയിൽ താടക അതിനിപുണയായിരുന്നു. അവർ ശക്തമായ മഴ പെയ്ച്ചു. ഈ രാക്ഷസിയെ ഇനിയും ജീവിതം തുടർന്നു പോകാൻ അനുവദിക്കരുതെന്ന് രാമൻ തീരുമാനിച്ചു. സ്ത്രീത്വത്തിൻ്റെ പേരിൽ അവൾക്ക് മാപ്പ് കൊടുത്തുകൂടാ. അതുകൊണ്ട് അപ്രത്യക്ഷയായ താടകയുടെ ശരീരത്തിന് നേരെ ലക്ഷ്യം വെച്ച് രാമൻ ഒരസ്ത്രം എയ്തു. അപ്പോൾ അവൾ ഒരിക്കൽ കൂടി രാമൻ്റെ നേരെ പാഞ്ഞു. അവളുടെ ഭുജങ്ങൾ രണ്ടും രാമബാണങ്ങളാൽ ബന്ധിക്കപ്പെട്ടു. ലക്ഷ്മണൻ അവളുടെ ഇതരാവയവങ്ങൾ ഓരോന്നായി ഖണ്ഡിച്ചു വീഴ്ത്തി. പക്ഷേ താടകയ്ക്ക് സ്വേച്ഛ പോലെ വേഷം മാറാൻ കഴിവുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് രൂപം മാറി വേറൊന്നെടുത്തു. വീണ്ടും നവോന്മേഷത്തോടുകൂടി രോക്ഷാകുലയായി പ്രത്യക്ഷപ്പെട്ടു. അവൾ മരിച്ച പോലെ നടിച്ചു കിടന്നു. പെട്ടെന്ന് ജീവിച്ചെഴുന്നേറ്റു. അവൾ ഒരേ സമയം തന്നെ വിവിധ രൂപങ്ങൾ കൈക്കൊണ്ടു. പഴയ കൗശലമായ പാറമഴ വീണ്ടും പെയ്യിച്ചു. അവളുടെ ദുഷിച്ച എല്ലാ കഴിവുകളും
സൂത്രങ്ങളും ഉപയോഗിച്ചു നോക്കി. എത്ര സൂക്ഷിച്ചിട്ടും രാമലക്ഷ്മണന്മാർക്ക് ചെറിയ പരിക്കുകൾ പറ്റുകയുണ്ടായി. അതുകൊണ്ട് ഇനി താമസിപ്പിക്കരുതെന്നും അവളെ വധിക്കണമെന്നും വിശ്വാമിത്രന് തോന്നി. അദ്ദേഹം പറഞ്ഞു, രാമ, മടിക്കേണ്ട. അവളുടെ സ്ത്രീത്വത്തെപ്പറ്റി ആലോചിക്കേണ്ട അവസരമല്ലിത്. അവയവ ഖണ്ഡനം കൊണ്ടൊന്നും പ്രയോജനമുണ്ടാവുകയില്ല. ജീവനുള്ള കാലത്തോളം രാക്ഷസന്മാർക്ക് ഏത് രൂപവും സ്വീകരിക്കാൻ കഴിയും. അതുകൊണ്ട് കൊല്ലൂ അവളെ. സായാഹ്നമായാൽ അവളുടെ കടുത്ത ക്രോധം കൂടുതൽ പ്രബലമാകും. സൂര്യാസ്തമനത്തിന് ശേഷം രാക്ഷസന്മാരെ നേരിടാൻ ആര് ശ്രമിച്ചാലും സാധിക്കുകയില്ല. അതിനാൽ അതിനു മുമ്പേ അവളെ നശിപ്പിക്കണം. ഇത് പറഞ്ഞ വിശ്വാമിത്രൻ രക്ഷണവും സുരക്ഷിതത്വവും അനുഭവപ്പെടുന്ന ചില മന്ത്രങ്ങൾ ഉച്ചരിച്ചു. രാമനും തൻ്റെ ചിന്തകൾ അങ്ങോട്ട് തിരിച്ചു. ശബ്ദം പുറപ്പെട്ട സ്ഥലത്തേക്ക് അസ്ത്രമയക്കാനുള്ള തൻ്റെ കഴിവ് പ്രയോഗിച്ചു. താടയ്ക്കുള്ള ദിക്ക് കണ്ടറിഞ്ഞു. ആ ലക്ഷ്യത്തിലേക്ക് ഒരസ്ത്രമയച്ചു. അവളുടെ അവയവങ്ങളെല്ലാം ബന്ധിച്ചു നിർത്താനും ഒരു തരത്തിലും യാതൊരു ചലനവും സാധ്യമല്ലാതാക്കാനും ആ അസ്ത്രത്തിന് കഴിവുണ്ടായിരുന്നു. അതേറ്റപ്പോൾ അവൾ ഏറ്റവും ഭയങ്കരമായി ആക്രന്ദനം ചെയ്തു. ഭീഷണമായ നാക്ക് നീട്ടി രാമലക്ഷ്മണന്മാരുടെ ശരീരത്തിന്മേൽ ചെന്നു വീണു. തൻ്റെ ദേഹഭാരം കൊണ്ട് അവരെ ചതച്ച് കളയാൻ ശ്രമിച്ചു. കാലവിളംബം കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ട രാമൻ മാരകമായൊരു കൂർത്ത ശരം അവളുടെ നെഞ്ചത്തെ ലക്ഷ്യമാക്കി വിട്ടു. അതേറ്റ് അവൾ നിലത്തു വീണു, ജീവൻ ത്യജിച്ചു. താടക വീണെടുത്ത് ഭൂമിയിൽ ഒരു വലിയ കുഴിയുണ്ടായി. മരണവേദനയിൽ ഉരുണ്ടുപോയപ്പോൾ ഒരു കൂറ്റൻ പിണ്ടം തട്ടി വൃക്ഷങ്ങൾ മറിഞ്ഞു വീണു. വന്യമൃഗങ്ങൾ പ്രാണരക്ഷാർത്ഥം ഓടി. മൃഗക്കൂട്ടങ്ങൾ എങ്ങോട്ടെന്നില്ലാതെ ചിതറിപ്പാഞ്ഞു. അത്ര ഭയങ്കരവും അത്യുച്ചത്തിലുള്ളതുമായിരുന്നു അവളുടെ അന്ത്യശ്വാസം. ആ ഭീകരമായ രാക്ഷസി മരിച്ചു വീണപ്പോൾ വിശ്വാമിത്രൻ രാമനെ അടുത്തു വിളിച്ച് സ്നേഹപൂർവ്വം തലമുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, മകനെ, നീ ഭയപ്പെടേണ്ട. ഇല്ലില്ല, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവിന് എങ്ങനെ പേടിയുണ്ടാവും? ഈ അത്ഭുത പ്രകടനത്തിന് അടിസ്ഥാനശില അത് എടുപ്പിൻ്റെ സ്ഥിരതയെപ്പറ്റി ഉറപ്പ് തരുന്നു. വരൂ, നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. സന്ധ്യാവന്ദനം ചെയ്ത് കുറച്ചു നേരം വിശ്രമിക്കൂ. എൻ്റെ കൂടെ വരൂ. അദ്ദേഹം അവരെ നദീതടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് അവരോട് പറഞ്ഞു, കുട്ടികളെ, ഇന്ന് രാത്രി നമുക്കിവിടെ വിശ്രമിക്കാം. നമ്മുടെ ആശ്രമത്തിലേക്ക് നാളെ പുലർച്ചയ്ക്ക് പുറപ്പെടാം. വിശ്വാമിത്രൻ പറഞ്ഞ കഥകൾ കേട്ട് അവർ രാത്രി കഴിച്ചു. ഗുരുനാഥൻ അവരുടെ പ്രത്യേക കഴിവുകളും അവരിൽ ലയിച്ചു കിടക്കുന്ന മഹത്വവും അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. പ്രഭാതമായി. പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിച്ച് മഹർഷി സ്നിഗ്ധമായൊരു മന്ദഹാസത്തോടുകൂടി ഉറങ്ങിക്കിടക്കുന്ന സഹോദരന്മാരെ സമീപിച്ചു. അദ്ദേഹം മൃദുവായും മധുരമായും അവരോട് സംസാരിച്ചു. രാമ, നിന്റെ യുദ്ധവീര്യം കണ്ട് ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. നീ താടക രാക്ഷസിയെ കീഴടക്കിയിരുന്നപ്പോൾ നീ പരബ്രഹ്മമാണെന്ന സത്യം ഞാൻ ഗ്രഹിച്ചു. സത്യമായും ഞാൻ വളരെ ഭാഗ്യവാനാണ്. വിശ്വാമിത്രൻ ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. അദ്ദേഹം തൻ്റെ വശമുള്ള എല്ലാ നിഗൂഢങ്ങളായ ആയുധങ്ങളും കയ്യിലെടുത്ത് അവയെ രൂപപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യുന്ന മന്ത്രങ്ങളോടുകൂടി അവയെല്ലാം രാമഹസ്തങ്ങളിൽ വച്ചു. ഈ ആയുധങ്ങൾ കൈയാളുവാനുള്ള അധികാരമൊന്നും എനിക്കില്ല. എൻ്റെ കൈവശത്തിലാണ് ഇവയെങ്കിലും അവയെക്കൊണ്ട് എനിക്കെന്ത് പ്രയോജനമാണ്? നീ എല്ലാ ആയുധങ്ങളുടെയും അധിപനും പ്രയോക്താവുമാണ്. നിനക്കിപ്പോൾ വരുന്നതിൽ അവ തരുന്നതിൽ അവ ഏറ്റവും സന്തോഷിക്കും. കാരണം രാമനൊപ്പമാകുമ്പോൾ അവയ്ക്ക് അവയുടെ ഒഴിച്ചുകൂടാത്ത ആവശ്യങ്ങൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ കഴിയും. ഇത് മനസ്സിലാക്കൂ. ഈ നിമിഷം മുതൽ ഞാൻ ഇതുവരെ കൈയാളിയ എല്ലാ ആയുധങ്ങളും നിന്റെ ഉപകരണങ്ങളായിരിക്കും. നീ നിർവഹിക്കാൻ വന്ന കാര്യത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി അതിൻ്റെ ഉടമസ്ഥത തിരിച്ചെടുക്കാത്ത നിലയിൽ സമർപ്പിക്കുന്നതിൻ്റെ സൂചനയായി ബന്ധപ്പെട്ട മന്ത്രം ചൊല്ലി തീർത്ഥം തളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അപ്രകാരം ദണ്ഡചക്രം, കാലചക്രം, ഇന്ദ്രാസ്ത്രം, വജ്രാസ്ത്രം, ശിവപ്രചോദിതമായ ത്രിശൂലം, ബ്രഹ്മശിരാസ്ത്രം, ഐഷികാസ്ത്രം, എല്ലാറ്റിലും വെച്ച് മഹാപ്രബലവും അത്യന്തം സംഹാരകരവുമായ ബ്രഹ്മാസ്ത്രം, ഇവയെല്ലാം അദ്ദേഹം രാമന് കൊടുത്തു. അനന്തരം അദ്ദേഹം കണ്ണടച്ചുകൊണ്ട് കുറേ നേരം നിശബ്ദനായിരുന്നു. ഇപ്പോൾ ഈ 2 എണ്ണം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞു കൊണ്ട് എഴുന്നേറ്റ് രാമന് 2 ശക്തികളുള്ള ഗദകൾ കൊടുത്തു. മോദകവും ശിക്കാറും. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ആശ്രമത്തിലെത്തിയ ശേഷം ഞാൻ മറ്റുള്ള ആയുധങ്ങളും പുറത്തെടുക്കാം. അശ്യാസ്ത്രം, ക്രൗഞ്ചാസ്ത്രം, നാരായണാസ്ത്രം, വയോസ്ത്രം മുതലായ ഈ ആയുധങ്ങളെല്ലാം
ഉടമസ്ഥൻ്റെ വിളിപ്പുറത്തു വരും. അവ ആശ്ചര്യകരമായ വിധം അപ്രതിരോധ്യങ്ങളാണ്. ഇത് പറഞ്ഞ അദ്ദേഹം രാമൻ്റെ ചെവിയിൽ ഈ ആയുധങ്ങൾ രൂപപ്പെടുത്തുകയും പ്രവർത്തിക്കുകയും ലക്ഷ്യത്തിലേക്ക് ഗണനാതീതമായ വിധം ഉഗ്രരോഷത്തോടുകൂടി അയക്കുകയും ചെയ്യുന്ന ഗൂഢമന്ത്രങ്ങൾ ഉപദേശിച്ചു. തൻ്റെ മേൽനോട്ടത്തിൽ ആ മന്ത്രങ്ങൾ ഉച്ചരിക്കുവാനും പറഞ്ഞു. ഏറെ നേരം കഴിയുന്നതിന് മുമ്പ് ദിവ്യായുധങ്ങളിൽ അസ്ത്രങ്ങളുടെയും മറ്റായുധങ്ങളുടെയും അതിനായകരെ ഓരോരുത്തരെയും സങ്കല്പിക്കുവാനും അവരുടെ കൃതജ്ഞതാപൂർവമായ അഭിവാദനം സ്വീകരിക്കുവാനും രാമന് കഴിഞ്ഞു. ഓരോ ദേവതയും രാമൻ്റെ മുമ്പിൽ ഹാജരായി ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു. ഓരോരുത്തരും പറഞ്ഞു, രാമ, ഈ നിമിഷം മുതൽ ഞങ്ങൾ അവിടുത്തെ സേവകരാണ്. അവിടുത്തെ കൽപ്പന അനുസരിക്കണമെന്ന് ഞങ്ങൾ സത്യം ചെയ്യുകയും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. രാമകൽപ്പനകൾ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ അപ്രത്യക്ഷരായി. ഈ സംഭവ വികാസങ്ങൾ രാമനെ സന്തോഷിപ്പിച്ചു. അദ്ദേഹം മഹർഷിയുടെ പാദം തൊട്ട് പറഞ്ഞു, ഗുരു, അങ്ങയുടെ ഹൃദയം ത്യാഗസുരഭിലമാണ്. അങ്ങ് ത്യാഗത്തിൻ്റെയും യോഗത്തിൻ്റെയും ദിവ്യമൂർത്തീകരണമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ വളരെ ക്ലേശിച്ചു നേടിയതും അതിശക്തവുമായ ഇത്രയും ദിവ്യായുധങ്ങൾ ആരെങ്കിലും ത്യജിച്ച് ദാനം ചെയ്യുമോ? ആവശ്യത്തിന് അയച്ചു കഴിഞ്ഞ് ആവശ്യം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏതു രീതിയിലാണ് ഞാനിവയെ തിരിച്ചു വരുത്തേണ്ടതെന്ന് ഉപദേശം നൽകി എന്നെ അനുഗ്രഹിച്ചാലും അവയെ മുക്തമാക്കേണ്ട മന്ത്രങ്ങളെ മാത്രമേ ഉപദേശിച്ചുള്ളൂ. അവ എങ്ങനെ വരുത്തണമെന്നും ഞാൻ അറിയേണ്ടതാണല്ലോ. ഇത് കേട്ടപ്പോൾ വിശ്വാമിത്രന് വലിയ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, ഈ ശക്തികളും ആയുധങ്ങളും സത്യകീർത്തി ദ്രഷ്ടാരംഭസ്വ പിതൃസോമാസ ക്രവീനരസ്യ യൗഗണ്ഡ വിദുര. സ്വയം പ്രവർത്തനം കൊണ്ട് തന്നെ അവയെ തിരിച്ചു വരുത്താം. എങ്ങനെയെന്നോ മന്ത്രങ്ങൾ കൂടി പ്രകടീകൃതമായ വില്ലാളിയുടെ ഇച്ഛയ്ക്ക് ഉപയോഗിച്ച് ഈ മന്ത്രങ്ങൾ ഞാൻ നിനക്ക് ഇപ്പോൾ ഉപദേശിച്ചു തരാം. അദ്ദേഹം ഈ മന്ത്രങ്ങൾ രാമൻ ഉപദേശിച്ചു. അവ ഉച്ചരിക്കപ്പെട്ടപ്പോൾ ബന്ധപ്പെട്ട ദേവതകൾ പ്രത്യക്ഷപ്പെട്ട് അവയുടെ പുതിയ യജമാനനെ നമസ്കരിച്ചു. വിളിക്കുമ്പോൾ തയ്യാറായിരിക്കണമെന്നും അതിനിടയിൽ സ്വേച്ഛ പോലെ പ്രവർത്തിക്കാമെന്നും രാമൻ അനുമതി നൽകി. അനന്തരം വിശ്വാമിത്രൻ യാത്ര തുടരാമെന്ന് അഭിപ്രായപ്പെട്ടു. അവർ മൂവരും നടന്നു തുടങ്ങി. അല്പദൂരം ചെന്നപ്പോൾ ഉയർന്ന കൊടുമുടികളോടുകൂടിയ കുന്നുകളുള്ള ഒരു പ്രദേശത്തിൽ പ്രവേശിച്ചു. അവിടെ അവരുടെ ദൃഷ്ടികൾ മനോഹരമായ ഒരു തോട്ടത്തിൽ പതിച്ചു. ആ ഉദ്യാനത്തിൽ നിന്നും പ്രസരിച്ച പരിമളം അവരെ സ്വാഗതം ചെയ്യുകയും അവരുടെ ശരീരത്തിനും മനസ്സിനും നവോന്മേഷം പകരുകയും ചെയ്തു. ആ സുന്ദരമായ ഭൂഭാഗത്തിൻ്റെ അധിപൻ ആരാണെന്നറിയാൻ അവർക്ക് ജിജ്ഞാസയുണ്ടായി. അതിനായി അവർ ഗുരുവിനോട് അപേക്ഷിച്ചു. വിശ്വാമിത്രൻ മറുപടി പറഞ്ഞു, മകനെ, സ്വന്തം ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ഭൂമിയിലിറങ്ങി തപസ് ചെയ്യാനായി ദേവന്മാർ തിരഞ്ഞെടുത്ത പുണ്യദേശമാണിത്. മഹാനായ കശ്യപൻ ഇവിടെ വന്ന് തപസ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നേടി. ഈ സ്ഥലം എല്ലാ പരിശുദ്ധികൾക്കും വിജയമരുളുന്നു. അതുകൊണ്ട് ഇതിനെ സിദ്ധാശ്രമം എന്ന് വിളിക്കുന്നു. ആത്മസമർപ്പണത്തിന് പരിത്യാഗം വളർത്തിയെടുക്കുന്നതിനുള്ള ഉദ്ദേശത്തോടുകൂടി ഞാനും ഇവിടെ തപസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നടത്തിയ ഏതു പുണ്യകർമ്മത്തെയും തടഞ്ഞ് അലങ്കോലപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന രാക്ഷസന്മാർക്ക് ഈ ശ്രമം ഒരു ആക്രമണ ലക്ഷ്യമാണ്. അവർ തങ്ങളുടെ ദുഷ്ടമായ പ്രവർത്തനത്തിന് ശ്രമിക്കുമ്പോൾ നീ അവരെ നശിപ്പിക്കേണ്ടതാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിശ്വാമിത്രൻ ആ ഹൃദയാനന്ദകരമായ ശാന്തിസ്ഥാനത്തേക്ക് പ്രവേശിച്ചു. അദ്ദേഹം രാമൻ്റെ ചുമലിൽ വാത്സല്യപൂർവ്വം കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഇത് എത്രത്തോളം എൻ്റേതായിരുന്നുവോ ഇന്നു മുതൽ അത് അത്രത്തോളം നിൻ്റേതുമാണ്. പ്രായം ചെന്ന ആ തപോധനൻ ഈ വാക്കുകൾ പറയുമ്പോൾ സംതൃപ്തിയുടെ ബാഷ്പം പൊഴിഞ്ഞു. അവർ ആശ്രമത്തിൽ കടക്കുന്നതിനു മുമ്പേ ആശ്രമവാസികൾ ഗുരുനാഥൻ്റെ കാൽ കഴുകാനും കാലും മുഖവും കഴുകുന്നതിന് രാമലക്ഷ്മണന്മാർക്ക് വെള്ളം കൊടുക്കുവാനും വെമ്പലോടെ പാഞ്ഞെത്തി. ആശ്രമവാസികൾ ആശ്രമത്തിലേക്കുള്ള വഴിയിൽ പൂക്കൾ വിതറി അവരെ ആശ്രമ കവാടത്തിലേക്ക് നയിച്ചു. അവർക്ക് പഴവും മധുര ശീതള പാനീയവും നൽകി. രാമൻ ലക്ഷ്മണന്മാരോട് പ്രത്യേകമായി ഒരുക്കിയ ഒരു കുടിലിൽ വിശ്രമിക്കുവാൻ ആശ്രമവാസികൾ അപേക്ഷിച്ചു. അവർ അപേക്ഷ സ്വീകരിച്ചു. വിശ്രമത്താൽ അവർക്ക് നവോന്മേഷം ലഭിച്ചു. അനന്തരം അവർ കാലും മുഖവും കഴുകി വിശ്വാമിത്രൻ്റെ സമീപം ചെന്നു. മഹർഷിയുടെ നിർദ്ദേശങ്ങൾ അറിയുവാൻ കാത്തുനിന്നു. ഗുരു, അങ്ങ്
അനുഷ്ഠിക്കാൻ യജ്ഞം നാളെ ഉദ്ഘാടനം ചെയ്യാനാവുമോ? ഈ അന്വേഷണം കേട്ട് വിശ്വാമിത്രൻ അത്യന്തം സന്തുഷ്ടനായി. അദ്ദേഹം മറുപടി പറഞ്ഞു, തീർച്ചയായും എല്ലാം തയ്യാറായിട്ടുണ്ട്. ഈ സിദ്ധാശ്രമത്തിൽ അങ്ങനെയാണ് എപ്പോഴും. ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. ഞങ്ങളെപ്പോഴും തയ്യാറാണ്. നാളെ പുലരുമ്പോൾ ഞാൻ നിർദ്ദിഷ്ട വ്രതം ആചരിക്കും. ആ വാർത്ത പരന്നു. ഓരോരുത്തരും ഈ വമ്പിച്ച സംരംഭത്തിന് ആവശ്യമായ വസ്തുക്കൾ ശേഖരിക്കുന്നതിൽ വ്യാപൃതരായി. നേരം പുലർന്നു. വിശ്വാമിത്രൻ യജ്ഞം തുടങ്ങി. സ്കന്ദനും വിശാഖനും ദേവന്മാർക്കു വേണ്ടി കാവൽ നിന്ന പോലെ സഹോദരന്മാരായ രാമനും ലക്ഷ്മണനും യജ്ഞത്തിൻ്റെ നടത്തിപ്പിൽ ഇടപെടാൻ ശ്രമിക്കുന്ന ആരെയും നേരിടുവാനായി ഉറപ്പിച്ചു. രാക്ഷസന്മാരെക്കുറിച്ചുള്ള വിവരം യജ്ഞകാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വിശ്വാമിത്രനോട് അന്വേഷിക്കുന്നത് ശരിയല്ല എന്നു മനസ്സിലാക്കി രാമൻ യജ്ഞകർമ്മത്തിൽ പങ്കെടുത്തിരുന്ന മറ്റു ചിലരിൽ നിന്നും എപ്പോഴാണ് രാക്ഷസംഘം വരാറെന്നും ഏതു ഭാഗത്തു നിന്നാണ് വരുന്നതെന്നും തിരക്കി. അവർക്കിത് പറയാനുണ്ടായിരുന്നുള്ളൂ. എപ്പോഴാണ്, എവിടെ നിന്നാണ് എന്നൊന്നും പറയാൻ ആർക്കും സാധ്യമല്ല. രാക്ഷസന്മാർക്ക് കൃത്യസമയമൊന്നുമില്ല. ഏതു നിമിഷത്തിലും അവർ നമ്മുടെ മേൽ ചാടി വീഴും. അവരുടെ ആക്രമണത്തിൽ സമയം മുൻകൂട്ടി പറയാൻ ആർക്ക് കഴിയും? ആശ്രമവാസികൾ രാമനോട് രാക്ഷസന്മാരെ പറ്റി സംസാരിച്ചു. ഓരോരുത്തരും രാക്ഷസന്മാരുടെ പ്രകൃതിയെയും ശീലത്തെയും കുറിച്ച് തങ്ങൾക്കുള്ള അഭിപ്രായം പറഞ്ഞു. അവരിൽ നിന്നും ലഭിച്ച മറുപടി കേട്ട് രാമൻ തീരുമാനത്തിലെത്തി. തപസ്വികളുടെ പുണ്യകർമ്മങ്ങൾ അലങ്കോലപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന രാക്ഷസന്മാരെ നേടുവാൻ ഏറ്റവും ജാഗ്രതയോടും സന്നദ്ധതയോടും കൂടിയിരിക്കണമെന്ന് വിവേകപൂർണമായ നീക്കമാണ് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം ഭ്രാതാവിനെയും ജാഗ്രതപ്പെടുത്തി. അവർ 4 ദിക്കും ജാഗ്രതയോടെ ശ്രദ്ധിച്ചു. അപകടം സൂചിപ്പിക്കുന്നതെന്ന് തോന്നുന്ന ഏറ്റവും നിസ്സാരമായ ശബ്ദവും അവർ ശ്രദ്ധിച്ചു. അവരുടെ ധീരതയും ആത്മാർത്ഥതയും മനസ്സിലാക്കിയ തപസ്വികൾ അത്യന്തം ആനന്ദവും അത്ഭുതവും ഉണ്ടായി. കാരണം കുട്ടിക്കളി ശരിക്കും വിട്ടിട്ടില്ലാത്ത ഇളം പ്രായം, കോമളവർണ്ണവും ഉള്ളവരായിരുന്നല്ലോ രാമലക്ഷ്മണന്മാർ. 5 ദിവസം രാവും പകലും സഹോദരന്മാർ കൺപോളെ അടയ്ക്കാതെയും ഒരു നിമിഷം പോലും വിശ്രമിക്കാതെയും യജ്ഞസ്ഥലത്തിനും ആശ്രമത്തിനും നിരന്തരമായി കാവൽ നിന്നു. 6-ാം ദിവസവും പതിവ് പോലെ യജ്ഞം തുടർന്നു. കർമ്മത്തിൻ്റെ ഓരോ ഭാഗത്തിൻ്റെയും കൃത്യമായ നിർവഹണത്തിൽ നിമഗ്നനായി വിശ്വാമിത്രൻ യജ്ഞത്തിൽ പരിപൂർണമായും വ്യാപൃതനായിരുന്നു. മന്ത്രോച്ചാരണം, ഹോമദ്രവ്യങ്ങളുടെ അർപ്പണം തുടങ്ങിയ താന്താങ്ങളുടെ ജോലികളിൽ ഋത്വിക്കുകൾ ഏർപ്പെട്ടിരുന്നു. പെട്ടെന്ന് നഭോമണ്ഡലം തന്നെ പൊട്ടിത്തകർന്ന് തരിപ്പണമാകും വിധം ഇടിവെട്ടും പോലെയുള്ള ഒരു ശബ്ദം ആകാശത്തിൽ നിന്നും പുറപ്പെട്ടു. എല്ലാവരും ഭയസ്തബ്ധരായി. യജ്ഞവേദികളിലുള്ള എല്ലാ വസ്തുക്കളിൽ നിന്നും അഗ്നി ആളിക്കത്തി. കുശപ്പുല്ല്, പാത്രങ്ങൾ, യജ്ഞവസ്തുക്കൾ വച്ചിരുന്ന പരിശുദ്ധ കലശങ്ങൾ, യജ്ഞാഗ്നിയിൽ ഹോമിക്കാൻ ശേഖരിച്ചിരുന്ന ചമതകൾ, പുഷ്പങ്ങൾ, കുങ്കുമം തുടങ്ങിയ യജ്ഞ സാധനങ്ങളിൽ നിന്നെല്ലാം അഗ്നിജ്വാലകൾ 4 പാടം പരന്നു. വളരെ വേഗം ഭയങ്കരമായ കാളമേഘങ്ങളും ആകാശം ആവൃതമായി. പ്രകാശോജ്വലമായ പകൽ കൂരിരുട്ട് നിറഞ്ഞ രാത്രിയായി മാറി. യജ്ഞാനുഷ്ഠാനം നടക്കുന്ന സ്ഥലത്ത് അസാധാരണവും ദുഷ്ടവുമായ ധൂമം അതിവേഗം പടർന്നു. അശുദ്ധ മേഘങ്ങൾ രക്തമഴ പെയ്യിക്കാൻ തുടങ്ങി. രക്തത്തുള്ളികൾ താഴെ വീഴുമ്പോഴേക്കും അവരെ സ്വീകരിക്കാൻ ഉയർന്ന അഗ്നിജ്വാലകൾ അത് സ്വാഗതം ചെയ്തു. വിദ്വേഷത്തിൻ്റെയും ക്രൂരതയുടെയും മിഥ്യാരൂപങ്ങളുടെയും കൂട്ടത്തിൽ ശത്രുക്കളെ തിരിച്ചറിയാൻ രാമനും ലക്ഷ്മണനും ശ്രമിച്ചു. രാമൻ തൻ്റെ ദിവ്യദൃഷ്ടിയിൽ രാക്ഷസ നേതാക്കളായ മാരീചനും സുബാഹുവും എവിടെയാണുള്ളതെന്ന് മനസ്സിലാക്കി. അവിടുന്ന് ആ ലക്ഷ്യത്തിലേക്ക് മാനസാസ്ത്രം തൊടുത്തു. അത് മാരീചൻ്റെ മാറിൽ തറച്ചു. അതോടെ അവനിൽ നിന്നുള്ള ദുഷ്ടതകൾ നിന്നു. അനന്തരം അദ്ദേഹം സുബാഹുവിൻ്റെ നേരെ ആശ്യാസ്ത്രം വിട്ടു. അത് സുബാഹുവിൻ്റെ ഹൃദയത്തിൽ തറച്ചു. അവരുടെ ജഡങ്ങൾ ആ പുണ്യസ്ഥലത്ത് വീണാൽ ആശ്രമം തന്നെ അശുദ്ധമാകുമെന്ന് കണ്ട് രാമൻ തുടരെ അമ്പുകളെയ്ത് ആ ശരീരങ്ങൾ അനേക ശതനാഴിക ദൂരെ കൊണ്ടുപോയി സമുദ്രത്തിൽ വീഴ്ത്തി. മാരിജനും സുബാഹുവും അസഹ്യമായ മരണവേദനയാൽ ഞരങ്ങുകയും വിലപിക്കുകയും ചെയ്തുകൊണ്ട് തിരമാലകളിൽപ്പെട്ട് ഞെരിപിരി കൊണ്ടു. പക്ഷേ അവർ മരിച്ചില്ല. രാക്ഷസന്മാരുടെ മറ്റു നേതാക്കന്മാർ പ്രാണനും കൊണ്ടോടി. ചക്രവാളത്തിനപ്പുറം അപ്രത്യക്ഷരായി. രാക്ഷസന്മാർ വീണ്ടും ദുഷ്ടപ്രവർത്തികളിലേക്ക് വരുമെന്നതുകൊണ്ട് എത്ര അടിയറവ് പറഞ്ഞ് അവർ പ്രത്യക്ഷപ്പെട്ടാലും ഒരു രാക്ഷസേനയും ശേഷിക്കാൻ അനുവദിക്കരുതെന്ന് ഉചിതമല്ല എന്ന് ലക്ഷ്മണൻ അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് നിശേഷം കൊന്നൊടുക്കുവാൻ അദ്ദേഹം രാമനെ പ്രേരിപ്പിച്ചു. ധീരതയുടെ ഏറ്റവും മഹത്തായ പ്രക്രിയ നോക്കിക്കണ്ട തപസ്വികൾ അത്ഭുതപ്പെട്ടുപോയി. ആ സഹോദരന്മാർ യഥാർത്ഥത്തിൽ ഭയജനകവും അനുഗ്രഹദായകവുമായ ശിവനാണോ എന്നവർ ചിന്തിച്ചു. അവർ മനസ്സ് അവരെ ബഹുമാനപൂർവ്വം
നമിച്ചു. കാരണം അവരുടെ അഭിവാദനം സ്വീകരിക്കുവാൻ കഴിയാത്ത ഇളം പ്രായക്കാരാണല്ലോ രാമനും ലക്ഷ്മണനും. നിമിഷങ്ങൾക്കുള്ളിൽ വനം ആനന്ദത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും വസ്ത്രമണിഞ്ഞു. ശ്രദ്ധ പോകുന്ന എല്ലാറ്റിൻ്റെയും മധ്യത്തിലും വിശ്വാമിത്രൻ യജ്ഞസംബന്ധമായ ദേവതകളുടെ ധ്യാനത്തിലും വിശുദ്ധ മന്ത്രോച്ചാരണത്തിലും ഒരു തടസ്സവുമില്ലാതെ അചഞ്ചലമായി മുഴുകിയിരുന്നു. ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ യാതൊരു ചലനവും അദ്ദേഹം ഒരിക്കലും ഉണ്ടാക്കിയില്ല. ശ്രദ്ധയുടെ അഗാധത അത്തരത്തിലുള്ളതായിരുന്നു. പവിത്രമായ അഗ്നിയിലേക്കുള്ള സമാന ഹോമം ശരിയായി കൃതജ്ഞതാപൂർവം അർപ്പിക്കപ്പെട്ടു. അനന്തരം വിശ്വാമിത്രൻ മന്ദസ്മിതം പൊഴിച്ചുകൊണ്ട് രാമലക്ഷ്മണന്മാരുടെ സമീപം ചെന്നു. അല്ലയോ കീർത്തിനീയന്മാരെ, എൻ്റെ വ്രതം നിങ്ങൾ വിജയിപ്പിച്ചു. നിങ്ങൾ കൂടി എൻ്റെ ജീവിതാഭിലാഷം നിറവേറ്റി. ഈ ആശ്രമത്തിൻ്റെ നാമധേയം ന്യായീകരിക്കപ്പെട്ടിരിക്കുന്നു. അത് സത്യമായും സിദ്ധിയുടെ ആശ്രമമായി തീർന്നിരിക്കുന്നു. മഹർഷി ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. അദ്ദേഹം കുട്ടികളെ ഓമനിക്കുകയും തലോടുകയും ചെയ്തു. രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ചുമലിൽ കൈകൾ വെച്ചുകൊണ്ട് അദ്ദേഹം ആശ്രമത്തിലേക്ക് പോയി. അവിടെ അദ്ദേഹം യജ്ഞാഗ്നിയിൽ ഹോമിക്കപ്പെട്ട വസ്തുക്കളുടെ ഓഹരി അവർക്ക് നൽകി. വിശ്രമിക്കുവാനും നവോന്മേഷം കൊള്ളുവാനും അദ്ദേഹം അവരോട് പറഞ്ഞു. തങ്ങളെ വന്ന ആവശ്യം നിർവഹിക്കപ്പെട്ടു എന്നത് തന്നെ ശരീരത്തിനും മനസ്സിനും ഏറ്റവും ഫലപ്രദമായ വാചീകരണമായിരുന്നുവെങ്കിലും ഗുരുനാഥൻ്റെ ആജ്ഞ അനാദരിക്കുന്നത് തെറ്റാണെന്ന് അവർക്ക് തോന്നി. അവർ വിശ്രമിക്കാൻ പോയി. അവർക്ക് നിർബാധമായ നിദ്രയുണ്ടാകത്തക്ക വിധം ഗുരു മറ്റൊരു കുടിലേക്ക് മാറി. അവരുടെ നിദ്രയ്ക്ക് ഭംഗം വരുത്തുന്ന യാതൊരു ശബ്ദവും ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം ചിലരെ ചുമതലപ്പെടുത്തി. ആ സഹോദരന്മാർ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ യജ്ഞത്തിൻ്റെ വിജയകരമായ പരിസമാപ്തിയെയും രാമലക്ഷ്മണന്മാരുടെ ദിവ്യമായ വീര്യപരാക്രമങ്ങളെയും പറ്റി ആഹ്ലാദം കൊള്ളുകയായിരുന്നു വിശ്വാമിത്രൻ. രാമലക്ഷ്മണന്മാർ ഉണർന്നെണീറ്റു. മുഖവും കയ്യും കാലും കഴുകി. പിന്നെ വാതിൽ കടന്ന് പുറത്തു വന്നു. അവർ അവരുടെ നിദ്രയ്ക്ക് യാതൊരു ഭംഗവും വരാതെ നോക്കുവാൻ കാവൽ നിന്നിരുന്ന താമസ കുടുംബങ്ങളിലെ കുട്ടികളെ കണ്ടു. ഗുരു മറ്റൊരു കുടിൽ തപസ്സികളുമായി സംസാരിക്കുകയാണെന്ന് അവർ അറിഞ്ഞു. അതുകൊണ്ട് അവർ അങ്ങോട്ട് ചെന്നു മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. മഹാഗുരു, അങ്ങയുടെ ഈ ദാസന്മാർക്ക് ഇനി വല്ല ജോലിയും ചെയ്യാനുണ്ടെങ്കിൽ സദയം അറിയിച്ചാലും ഞങ്ങൾ സന്തോഷപൂർവ്വം അത് ചെയ്തു തീർക്കാം. ഇത് കേട്ടപ്പോൾ കൂട്ടത്തിൽ നിന്നും ഒരു തപസ്വി എഴുന്നേറ്റു നിന്ന് അവരെ അഭിസംബോധന ചെയ്തു. രാക്ഷസന്മാരെ നശിപ്പിച്ചതോടുകൂടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. എന്താണ് ഇനി ചെയ്യാൻ ബാക്കിയുള്ളത്? വർഷങ്ങളായി ഗുരുനാഥൻ അഭിലഷിച്ചിരുന്നത് നിറവേറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇതിനേക്കാൾ ഉപരിയായി ഒന്നും ആവശ്യമില്ല. നിങ്ങൾ രണ്ടാളും ശിവശക്തികളുടെ സ്വരൂപമാണ്. അതാണ് നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ സാധാരണ മനുഷ്യരല്ല. നിങ്ങളെ ദർശിക്കാൻ ഇങ്ങനെയൊരു സൗകര്യം കിട്ടിയത് ഞങ്ങളുടെ മഹാഭാഗ്യം. നിങ്ങളോട് ഞങ്ങൾക്കുള്ള നന്ദിക്കും അതിരില്ല. ഇത് പറഞ്ഞപ്പോൾ ആശ്രമവാസികൾ രാമലക്ഷ്മണന്മാരുടെ പാദങ്ങൾ തൊട്ടുവന്ദിച്ചു. സായിറാം.